സാധാരണ നിലയിൽ വടക്കേ ഇന്ത്യൻ നേതാക്കളാണ് ഡൽഹി പവർ കൊറിഡോർസിൽ പ്രധാന പങ്ക് വഹിക്കാറ്. കോൺഗ്രസിന്റെ ചരിത്രത്തിലും അതങ്ങനെ തന്നെയാണ്. ആകപ്പാടെ പി വി നരസിംഹറാവു തെക്കേ ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി ആയെങ്കിൽ പോലും ഹിന്ദി ബെൽറ്റിനോട് വളരെ ചേർന്ന് നടക്കുന്ന ആളുകളാണ് ഇന്നേ വരെ ആ ഒരു പവർ പൊസിഷനിൽ പങ്കുവച്ചത്. അങ്ങനെ അല്ലാതെ ഒരു ഘട്ടം വരുന്നത് കെ സി വേണുഗോപാൽ വരുമ്പോഴാണ്. എന്തുകൊണ്ടായിരിക്കും? അല്ല, അത് എന്നോട് ചോദിച്ചാൽ എനിക്കെന്താ മറുപടി? അത് എന്നോട് ചോദിക്കുന്നത് ഒരു 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 അത് നീതിയല്ലാതാണ് എൻ്റെ അഭിപ്രായം. അത് നിശ്ചയിക്കുന്ന ആളുകളോടാണ് ചോദിക്കേണ്ടത്. അവരെന്തുകൊണ്ട് എന്നെ ഇത്തരം ചുമതലകൾ ഏൽപ്പിക്കുന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് വരണം തോന്നിയിട്ടില്ലേ? തിരുവനന്തപുരത്തല്ലേ എൻ്റെ കുടുംബം താമസിക്കുന്നത്. അത് അവർക്കിടില്ല. അങ്ങനെ വെറുതെ വന്നാ പോലെ എൻ്റെ മക്കള്, കുടുംബം എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ട. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതറിയില്ലേ? 1983 KSU വൈസ് പ്രസിഡന്റായിട്ട് MLA ഹോസ്റ്റലിൽ താമസം തുടങ്ങിയതിന് ശേഷം MP ആകുന്നത് വരെ 2009 വരെ നീണ്ട വർഷക്കാലം ഞാൻ തിരുവനന്തപുരത്തെ സ്ഥിരം താമസക്കാരനായിരുന്നു. ഞാൻ അതുമല്ല ചോദിച്ചത്. നമുക്ക് നിയമസഭയും സെക്രട്ടേറിയറ്റും ഒക്കെയുള്ള ആ തിരുവനന്തപുരത്തിന്റെ ഭാഗമാണ്. അല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരിക. ബുദ്ധിയുള്ള മാധ്യമ പ്രവർത്തകർ പല രീതിയിലാണ് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അതെനിക്കറിയാം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എനിക്കറിയാം. ഞാൻ അതിൽ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അധികാര അജണ്ട ഈ തെരഞ്ഞെടുപ്പിലില്ല. വ്യക്തിപരമായ അധികാര സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഞാൻ ഉണ്ടല്ലോ വളരെ സജീവമായിട്ട്. ഞാൻ ആലപ്പുഴ MP അല്ലേ. ഞാൻ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ എത്ര ദിവസമായി ഞാൻ ആലപ്പുഴയിൽ റോള് നാഷണൽ പൊളിറ്റിക്സിലാണ്. അത് വളരെ കൃത്യമായിട്ടുള്ള റോളുമാണ്. അപ്പോൾ അങ്ങനെ അത് സ്വാഭാവികമായിട്ടും സുനിശ്ചിതമായിട്ടുള്ള റോളാണ്. അപ്പോൾ ഒരു റോൾ ചേഞ്ച് ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളും അങ്ങനെ. ഇപ്പോൾ AK ആൻ്റണി അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് ഡൽഹിയിൽ നിന്നു, പിന്നെ തിരിച്ചു വന്ന് നമുക്കറിയാം 96 തിരിച്ചു വരുന്നത് നമുക്കറിയാം. ഇങ്ങനെ K കരുണാകരൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രമുഖരായ നേതാക്കൾ ഇപ്പോൾ AK ആൻ്റണിയും K കരുണാകരനും രണ്ടുപേരും ഡൽഹിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ തിരിച്ചു വന്നിട്ടുണ്ട്, അവർ വീണ്ടും തിരിച്ചു പോയിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്ചേഞ്ച് ഉണ്ട്. KCയുടെ ജീവിതത്തിലെ ആ ഘട്ടം എപ്പോഴാണെന്ന് അറിയാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റോളായിട്ടായിരിക്കും ഇപ്പോൾ ഇതൊക്കെ തോന്നുന്നത്. ഞാൻ കേരളത്തിലും ഉണ്ട്, ഡൽഹിയിലും ഉണ്ട്. ഡൽഹിയിലുണ്ട്. കേരളത്തിൽ ഞാൻ മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. കേരളത്തിന് KCയെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലോ? ഇത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. ഞാൻ പറഞ്ഞു, പാർട്ടിയും ജനങ്ങളുമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് പരമപ്രധാനം. നമുക്ക് വ്യക്തിപരമായ അധികാരങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുകൊണ്ടും നടക്കില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നുകൊണ്ട് കാര്യവുമില്ല. അതുകൊണ്ട് അത്തരം അജണ്ടകളെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. ഇപ്പോൾ രണ്ട് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ K സുധാകരനും PJ കുര്യനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവരുടെ ചോയ്സായിട്ട് രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞു. അതിനോടൊരു പ്രതികരണം ഉണ്ടോ? അല്ല, അത് അവരുടെ അഭിപ്രായം പറയുന്നതിൽ എന്താ തെറ്റ്? അവർ പറയുന്നത് എന്താ തെറ്റ്? അതിനെതിരെ നമുക്ക് പ്രതികരിക്കേണ്ട കാര്യം? അവർ രണ്ടുപേരും സീനിയർ നേതാക്കന്മാർ അവരുടെ അഭിപ്രായം പറഞ്ഞു. പാർട്ടി ലീഡർഷിപ്പ് ഇതൊക്കെ പരിഗണിക്കുമായിരിക്കും തീർച്ചയായിട്ടും. അത് പരിഗണിക്കട്ടെ. ഹൈക്കമാൻഡാണ് ആ കാര്യം തീരുമാനിക്കുന്നത്. അല്ല, ഈ തീരുമാനമെടുക്കുന്ന ഞങ്ങളുടെ പാർട്ടിയിലൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് എടുക്കുമ്പോൾ ഇത്തരം അഭിപ്രായങ്ങൾ പരിഗണിക്കേണ്ടതാണെങ്കിൽ പരിഗണിക്കണം. കഴിഞ്ഞ തവണ ഈ പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുത്തതും എന്തിന് ഏറ്റവും ഒടുവിൽ കൊച്ചി മേയർ തെരഞ്ഞെടുത്തത് പോലും കക്ഷിയിലെ ഭൂരിപക്ഷം അനുസരിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ MLA-മാരുടെ ഭൂരിപക്ഷം അനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ രീതി തന്നെ പിന്തുടരുമോ അതോ ഹൈക്കമാൻഡ്? അല്ല, അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. പാർട്ടിയിൽ തീരുമാനിക്കപ്പെടുന്നതിന് എല്ലാ സ്റ്റേറ്റിലും എടുക്കുന്ന മാർഗ്ഗങ്ങളുണ്ട്. അത് തന്നെയായിരിക്കും. അതിനകത്ത് മറികടന്നുകൊണ്ടുള്ള തീരുമാനമൊന്നും ഇവിടെയും വരില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ രാജസ്ഥാനിലും അതുപോലെ തന്നെ കർണാടകയിലും ഒക്കെ ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്തത്. എന്താണോ സാധാരണഗതിയിൽ ഫോളോ ചെയ്യുന്നത് ആ മോഡൽ തന്നെയായിരിക്കും കേരളത്തിലും. പിന്നെ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് ഞാൻ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെയൊക്കെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ്. ഞാനും കൂടെ ഉള്ള സ്റ്റേറ്റ് ആയതുകൊണ്ട് അത് തീരുമാനിക്കാൻ കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും അക്കാര്യത്തിൽ നിർണായകമായ നിലപാടുണ്ട്.